Hi friends, again I am back with another grammar topic, active voice and passive voice. Okay, ടോപ്പിക്കിന്റെ പേര് പോലെയല്ല, ടോപ്പിക് വളരെ സിമ്പിൾ ആണ്. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് വളരെ സിമ്പിൾ ആണ്. അത് മാത്രമല്ല, ഈ ഒരു ടോപ്പിക്കിൽ മാത്രമാണ് ഗ്രാമറിൽ നിങ്ങൾക്ക് മീനിങ് നോക്കേണ്ട ഒരു സാഹചര്യം വരാത്തത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ നമ്മുടെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിന്റെയും റൂൾസ് ആണ് കാണുന്നത് അല്ലെ. അതിന്റെ റൂൾസിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹി റൈറ്റ്സ് എ ലെറ്റർ. എന്താണ് ഹി റൈറ്റ്സ് എ ലെറ്റർ? എന്താണ് അവൻ ഒരു ലെറ്റർ എഴുതുന്നു അല്ലെ. ഹി റൈറ്റ്സ് എ ലെറ്റർ, അത് ആക്റ്റീവ് വോയിസ് ആണ്. ഓക്കെ, ദെൻ പാസീവ് വോയിസ് എന്താണ്? എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം. ഓക്കെ, അതെങ്ങനെ വന്നു എന്നുള്ളതല്ല, അതിൻ്റെ ഒരു മീനിങ്ങിലോട്ടാണ് കടക്കാൻ പോകുന്നത്. അവൻ ഒരു ലെറ്റർ എഴുതി. ഓക്കെ, ഇനി അത് ആക്റ്റീവ് വോയിസ് ആണ്. ഇനി അത് പാസീവ് വോയിസിലാകുമ്പോഴേക്കും ഒരു ലെറ്റർ അവനാൽ എഴുതപ്പെട്ടു എന്നാവും. എന്താണ്? മറ്റൊരു എക്സാമ്പിൾ പറയാം. അവൻ ഒരു മാങ്ങ കഴിച്ചു. എന്താണ്? അവൻ ഒരു മാങ്ങ കഴിച്ചു. അതെന്താണ്? ആക്റ്റീവ് വോയിസ് ആണ്. ഓക്കെ, ദെൻ മാങ്ങ അവനാൽ കഴിക്കപ്പെട്ടു. അതെന്താണ്? പാസീവ് വോയിസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നില്ലേ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലെ? ആ പാസീവ് വോയിസിന് മാങ്ങ അവനാൽ കഴിക്കപ്പെട്ടു, എന്തിനാ അങ്ങനെ പറയുന്നത്? മാങ്ങ അവൻ കഴിച്ചു എന്ന് പറഞ്ഞ പോലെ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ നിങ്ങൾ മലയാളം മീനിങ് നോക്കിയിട്ടല്ല ആ സെന്റൻസിന്റെ സ്ട്രക്ചർ കറക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇതിന് കറക്റ്റ് ആയിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവും. ആ രീതിക്ക് നിങ്ങൾക്കൊരു സെന്റൻസ് ഉണ്ടാവും. അത് ആക്റ്റീവ് വോയിസിലായിരിക്കും. ദെൻ പാസീവ് വോയിസിലാക്കാൻ വേണ്ട കുറച്ച് നിയമങ്ങളും അതിനൊരു സ്ട്രക്ചറും ഉണ്ടാവും, ആ ഫോം ഉണ്ടാവും. അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആക്റ്റീവ് വോയിസിലോട്ട് കറക്റ്റായിട്ട് എഴുതി കൊടുത്താൽ മതി. അല്ലാതെ അതിനാലാക്കപ്പെട്ടോ ഇങ്ങനെയുള്ള മീനിങ് വരുന്നുണ്ടോ എന്നൊന്നും ആലോചിച്ച് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നോക്കാം. ഫസ്റ്റ് വൺ, റൂൾസ് ഓഫ് ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. ഇതിന് കുറച്ച് ചെറിയ ചെറിയ നിയമങ്ങളോ വലിയ വലുതായിട്ടൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു നിയമങ്ങളോ ഉള്ളൂ കേട്ടോ. നോക്കാം. ഇന്റർചേഞ്ച് ദ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. ഇന്റർചേഞ്ച് ദ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റും സബ്ജക്റ്റും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യാം. ഇവിടെ കിടക്കുന്ന സബ്ജക്റ്റിനെ അങ്ങോട്ട് എടുത്തിടുക, അവിടെ കിടക്കുന്ന ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് എടുത്തിടുക. ഇങ്ങനെ മനസ്സിലായല്ലോ? ഇതാ ഒരു ഇൻഡ് പോലെ അല്ലെ, ഒരു എക്സ് പോലെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇതാ നോക്കാം. ഇവിടെ ഇത് ആക്റ്റീവ് വോയിസ് ആണ്, ഇത് ആക്റ്റീവ് വോയിസ് ആണ് കേട്ടോ. ആക്റ്റീവ് വോയിസിനെ ഞാൻ ഷോർട്ടായിട്ട് AV എന്ന് എഴുതിയതാണ്. ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റും അതുപോലെ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റും ആണ് ഇത്. ഓക്കെ, ഇനി നേരെ ഇത് പാസീവ് വോയിസിലോട്ട് വരികയാണ്. PV എന്ന് പറഞ്ഞാൽ പാസീവ് വോയിസ് ആണ്, ഞാൻ ഷോർട്ട് എഴുതിയതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കണം. അവിടുത്തെ ഒബ്ജക്റ്റ് ആരായി മാറി? ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് മാറി. ഇവിടുത്തെ സബ്ജക്റ്റ് ആരായി മാറി? ഇവിടുത്തെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തും ഇങ്ങോട്ടും അങ്ങോട്ടും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. മീര റൈറ്റ്സ് ആൻ എസ്സേ. വളരെ സിമ്പിൾ അല്ലേ? ഇത് പ്രസന്റ്, ഇതിന്റെ ടെൻസിമിലോട്ടൊന്നും നമുക്കിപ്പോ നോക്കണ്ട. നമുക്കിപ്പോ ജസ്റ്റ് ഇന്റർചേഞ്ച് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഇവിടെ മീരയാണ് എന്ത് എന്ന് പറയുന്നത്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ എസ്സേ ആണ് എന്ത് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഇവിടെ ആൻ എസ്സേ ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റും ഇവിടെ ഒബ്ജക്റ്റ്. ഇത് ആക്റ്റീവ് വോയിസ് ആണ് കേട്ടോ, ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ദെൻ ഇവിടെ പാസീവ് വോയിസ് നോക്കാം. പാസീവ് വോയിസിൽ ഇതാ ഇവിടെ കിടക്കുന്ന ഒബ്ജക്റ്റിനെ നേരെ ഇവിടെ കൊണ്ടുവന്നു. ഈ ഒബ്ജക്റ്റ് ഇവിടെ നേരെ ഫ്രണ്ടിലോട്ട് വരികയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഒബ്ജക്റ്റ് എന്നല്ല, ഇത് ഇവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടുത്തെ മീര എവിടെ പോയി? ഇവിടെ പോയി കടന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് നേരെ ഇങ്ങോട്ട് വരും, അവിടുത്തെ ഒബ്ജക്റ്റിനായിരിക്കും ഇവിടെ ഇമ്പോർട്ടന്റ്. പാസീവ് വോയിസിൽ എപ്പോഴും ആർക്കായിരിക്കും ഇമ്പോർട്ടന്റ് കൂടുതൽ? ചെയ്യുന്ന വ്യക്തിക്കല്ല, ഓക്കെ, ചെയ്യപ്പെടുന്ന വസ്തുവിനാണ്, ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. ഓക്കെ, സോ ഇന്റർചേഞ്ച് ദ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടും വരും, അവിടുത്തെ ഒബ്ജക്റ്റ് എടുത്തിട്ട് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ടും കൊടുക്കും. ക്ലിയർ? ദെൻ റൈറ്റ് ദ അപ്പോപ്രിയേറ്റ് ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് അറിയില്ലേ? ഓക്സിലറി വെർബ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈസ്, ആം, ആറ്, വാസ്, വേറ് എന്നൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ തന്നെയാണ് എന്ത്? ഓക്സിലറി വെർബ്. ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ടെൻസിന്റെ ക്ലാസ് കാണണം അല്ലെ. സോ ഇത്രയാണ് നമ്മുടെ ഓക്സിലറി വെർബ്സ് ഒക്കെ വരുന്നത്. ഈ ഓക്സിലറി വെർബിനെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് സ്ഥലത്ത് യൂസ് ചെയ്യണം.
ഓക്കെ, ഇതിങ്ങനെ കറക്റ്റ് സ്ഥലത്ത് യൂസ് ചെയ്യണം അറിയണമെങ്കിൽ എന്തറിയണം മക്കളെ? ഒന്ന് പറഞ്ഞേ. ടെൻസ് അറിയണം. ടെൻസ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? നമ്മുടെ ഒരുപാട് മുമ്പുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട്, അതൊക്കെ പോയിട്ട് കാണണം. ടെൻസിന്റെ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഈ ആക്റ്റീവ് വോയിസിന്റെയും പാസീവ് വോയിസിന്റെയും ക്ലാസ് കാണാനിരിക്കുന്നുണ്ടെങ്കിൽ നേരെ അങ്ങ് തിരിച്ചു പോവാ. ക്ലാസ് അവിടെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തിട്ട് പോയി നിങ്ങൾ ടെൻസിന്റെ എല്ലാ ക്ലാസ്സും നല്ല വൃത്തിയായിട്ട് കാണാം കേട്ടോ. ഇനി അഥവാ നിങ്ങൾ ടെൻസിന്റെ ക്ലാസ് കണ്ടവരാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ സമയത്ത് ഷോർട്ട് നോട്ട് എഴുതിയെടുത്തിട്ടുണ്ടാവും എല്ലാ ടെൻസിന്റെയും സ്ട്രക്ചർ. അതൊന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും കാണാം. അത് കാണാത്തവർ, ഐ മീൻ ടെൻസ് പഠിക്കാത്തവർക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പറയുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. നേരെ മറിച്ച് അത് പഠിച്ചവർക്ക് ഇത് കണ്ണടച്ചിട്ട് ആൻസർ ചെയ്യാനും കഴിയും. നോക്കാം. സോ ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ് ഇതൊക്കെ അതിന്റെ ടെൻസ് അനുസരിച്ച് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്നൊക്കെ ഉള്ള ടെൻസ് അനുസരിച്ചൊക്കെ കറക്റ്റ് യൂസ് ചെയ്യാനും കഴിയണം. ഓക്കെ, ദെൻ മീര എക്സാമ്പിൾ നോക്കാം കേട്ടോ, അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് എന്നുള്ളത് നോക്കാം. മീര റൈറ്റ്സ് ആൻ എസ്സേ. മീര റൈറ്റ്സ് ആൻ എസ്സേ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മീര റൈറ്റ്സ് ആൻ എസ്സേ ഒരു സിമ്പിൾ സെന്റൻസ്, ഐ മീൻ സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആവുന്നത് എങ്ങനെയാത്? റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ഡസ് അല്ലെ? ഡസ് എസ് ഓർ ഇ എസ് അല്ലെ? എസ്ഒ ഇ എസ് ഒ വരികയാണെങ്കിൽ എന്താണ് മക്കളെ? അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും അല്ലെ? സോ ഇതൊരു സിമ്പിൾ പ്രസന്റ് സെന്റൻസ് ആണ്. ഈ സിമ്പിൾ പ്രസന്റ് സെന്റൻസ് വരുമ്പോൾ ഇവിടെ ഇതിനു വേണ്ടി മാത്രമല്ല, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നീട് എടുക്കും. അങ്ങനെയുള്ള സിമ്പിൾ പ്രസന്റ് സെന്റൻസ് ആണ് ആക്റ്റീവ് വോയിസിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ സെന്റൻസിന് നമ്മൾ എന്ത് കൊടുക്കുമെന്ന് വെച്ചാൽ ഈസ്, ആം, ആർ കൊടുക്കും. ഓക്കെ, ഇത് പിന്നീട് പറയും. ഇതിവിടെ എക്സാമ്പിളിൽ വന്നത് കൊണ്ട് മാത്രം പറയുന്നതാണ്. സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ, സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഈസ്, ആം, ആർ ഇത് കറക്റ്റ് ആയിട്ട് സിംഗുലർ ആണെങ്കിൽ ഈസ്, അതുപോലെ പ്ലൂറൽ ആണെങ്കിൽ ആർ, എങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് നോക്കാം. ആൻ എസ്സേ അല്ലെ? ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എന്തായിരിക്കും ഫസ്റ്റ് വരിക? ഒബ്ജക്റ്റ് ആയിരിക്കും വരിക അല്ലെ? ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ വരിക അല്ലെ? ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുക? ഫസ്റ്റ് വരിക അല്ലെ? ഫസ്റ്റ് എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് വരും. ഒബ്ജക്റ്റ് വന്നിട്ടാണ് പിന്നെ എന്ത് വരുന്നത്? ഈ പറഞ്ഞ ഓക്സിലറി വെർബ് വരുന്നത് അല്ലെ? ഓക്സിലറി വെർബ് വരുന്നത്. ദെൻ എന്ത് വരും? വെർബിന്റെ V3 ഫോം വരും. ദെൻ ബൈ വരും. ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇതാണ് പൊതുവെയുള്ള ഏത് പാസീവ് വോയിസിന്റെ ഒരു രീതി. ഓക്കെ, നോക്കാം. ഇതാ ആൻ എസ്സേ. ആൻ എസ്സേ ആണ് ഇവിടെ എന്ത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ആൻ എസ്സേ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഓക്കെ, ഇത് സബ്ജക്റ്റ്, ഇത് വെർബ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് കണ്ടു. സിമ്പിൾ പ്രസന്റ് ആണെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പാസീവ് വോയിസിലോട്ട് ഒരു സെന്റൻസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഫസ്റ്റ് ആൻ എസ്സേ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എടുത്ത് എഴുതും. ദെൻ ഇനിയാണ് നമ്മൾ ഈ പറഞ്ഞ അപ്പോപ്രിയേറ്റ് ഓക്സിലറി വെർബ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇതാ ഇവിടെ ഈസ് ആണ് യൂസ് ചെയ്തത്. കാരണം ആൻ എസ്സേ ഒരു എസ്സേ ആണ്, ഒരു എസ്സേയുടെ കാര്യമായതുകൊണ്ട് ഈസ് വന്നു. അത് മാത്രമല്ല, ഈസ് വരാൻ കാരണം ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ടാണ് കേട്ടോ. സോ V3 ഫോം. ദെൻ നെക്സ്റ്റ് വൺ V3 ഫോം വന്നു. ദെൻ ബൈ, ദെൻ സബ്ജക്റ്റ് വന്നു. ഓക്കെ അല്ലേ? നോക്കാം. ദെൻ അടുത്തതും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി അടുത്തത് രാമ കില്ലഡ് രാവണ. കില്ലഡ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതെന്താണ്? അത് പാസ്റ്റ് ആണ് അല്ലെ? അതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ് കേട്ടോ. അത് സിമ്പിൾ പാസ്റ്റ് ആണ്. നോക്കാം. രാവണ ഇവിടെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എടുത്തത് നേരെ ഇങ്ങോട്ട് കൊടുക്കും. രാവണ ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ദെൻ ഇവിടെ കില്ലഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ, സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ ഉള്ള നിയമം എങ്ങനെയെന്ന് വെച്ചാല് സിമ്പിൾ പ്രസന്റ് ആയപ്പോൾ എന്തായിരുന്നു? ഈസും ആമും ആറും അല്ലേ? അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഉള്ള നിയമം എന്താന്ന് വെച്ചാൽ ഈസ്, ആം, ആർ. ഓക്കെ, എന്താണ്? ഈസ്, ആം, ആർ. ഈസ്, ആം, ആർ സിമ്പിൾ പ്രസന്റിനും അതുപോലെ സിമ്പിൾ പാസ്റ്റിന് വാസ്, വേർ. ഓക്കെ, വാസ്, വേർ പ്ലസ് V3. ഓക്കെ, V3 ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു വെർബിനെ മാത്രം നമ്മൾ ഇവിടെ നോക്കുന്നുള്ളൂ. ഇതാ
ഇവിടെ എന്ത് വരും? ഇവിടെ കില്ലിഡ് എന്ന് പറയുന്ന സിമ്പിൾ പാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വാസ് ഓർ വേർ കൊടുക്കും. രാവണ എന്ന് പറയുന്നത് സിംഗിൾ പേഴ്സൺ ആയതുകൊണ്ട് വാസ് കൊടുത്തു. ദെൻ കില്ലിഡ് എന്ന് പറയുന്ന V3 കൊടുത്തു. ദെൻ ബൈ രാമ ഇസ് എ സബ്ജക്റ്റ് കൊടുത്തു. ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുതരും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ഓക്സിലറി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. സോ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. അതായിരുന്നു ഒരു നിയമം. രണ്ടാമത്തെ നിയമം എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഓക്സിലറി വെർബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ ചേഞ്ച് V1 to V3. ഓക്കെ, അതൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആക്റ്റീവ് വോയിസിൽ പല പല ടെൻസുകളും കാണാം. ആക്റ്റീവ് വോയിസിൽ നിങ്ങൾക്ക് പല ടെൻസുകളും കാണാം, പല വെർബുകളും കാണാം, പല രീതിക്കും വെർബുകളെ യൂസ് ചെയ്തിട്ടുണ്ടാവും ആക്റ്റീവ് വോയിസിൽ. പക്ഷേ പാസീവ് വോയിസിൽ ഒരൊറ്റ വെർബേ ഉള്ളൂ, അതാണ് V3. ഓക്കെ, അപ്പൊ V1 എന്തായിട്ട് മാറ്റണം? V3 ആയിട്ട് മാറ്റണം. ഇനിയിപ്പോ പാസ്റ്റിലാണെങ്കിൽ ഏതും ആവട്ടെ, ഏത് ഫ്യൂച്ചർ ആവട്ടെ, ഏതും ആവട്ടെ, പക്ഷെ പാസീവ് വോയിസിൽ വെർബ് എപ്പോഴും V3-യിലായിരിക്കും. ഓക്കെ, വെർബ് എപ്പോഴും V3 രൂപത്തിലായിരിക്കും. നോക്കാം, ദാ ഹി റൈറ്റ്സ് എ ലെറ്റർ. ഹി റൈറ്റ്സ് എ ലെറ്റർ. ഓക്കെ, ഹി റൈറ്റ്സ് എ ലെറ്റർ, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. നേരെ എങ്ങനെ എഴുതും മക്കളെ? ആദ്യം ഫസ്റ്റ് ഒബ്ജക്റ്റ് എഴുതും. ദാ എ ലെറ്റർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എടുത്ത് എഴുതും. ദെൻ റൈറ്റ്സ് ആണ്, ഇത് സിമ്പിൾ പ്രസന്റ് ആണ്, അപ്പൊ റൈറ്റ്സ് ആണ് കാണുന്നത്. എ ലെറ്റർ എന്ന് പറയുമ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊടുക്കും? ഈസ് കൊടുക്കും. ദെൻ അടുത്തത് വരേണ്ടത് എന്താണ് മക്കളെ? വെർബാണ് അല്ലെ. വെർബിന്റെ V3 ഫോം ആണ് അല്ലെ, അത് V3 കൊടുത്തു. ദെൻ ബൈ ഷീ എന്നുള്ളത് ബൈ ഹെർ, അതൊക്കെ പിന്നീട് പറയാം കേട്ടോ. സോ എന്താണ് ഇവിടെയുള്ള കാര്യം എന്തായിരുന്നു? വെർബിന്റെ V3 ഫോം മാത്രമേ പാസീവ് വോയിസിൽ വരാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ? സോ ഫസ്റ്റ് വൺ വീണ്ടും ഉറപ്പിക്കാണ്. ഫസ്റ്റ് വൺ സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ട് വേണം എഴുതാൻ. സെക്കൻഡ് വൺ ഈസ്, ആം, ആർ, വാസ്, വെർ, ഹാസ്, ഹാവ്, ഹാഡ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഓക്സിലറി വെർബ് വളരെ വൃത്തിയായിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. തേർഡ് വൺ V3 ഫോമാണ് യൂസ് ചെയ്യുക, വെർബിന്റെ V3 ഫോമാണ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഫോർത്ത് വൺ യൂസ് ദ പ്രപ്പോസിഷൻ ബൈ, ഈസ്, പ്ലേസ്ഡ് ബിഫോർ ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന് മുമ്പായിട്ട് എന്ത് യൂസ് ചെയ്യണം മക്കളെ? ബൈ യൂസ് ചെയ്യണം. ഒബ്ജക്റ്റിന് മുമ്പായിട്ട് എന്ത് യൂസ് ചെയ്യണം മക്കളെ? ബൈ യൂസ് ചെയ്യണം. ഓക്കെ, നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഹി ലൈക്സ് ഓറഞ്ച്. ഹി ലൈക്സ് ഓറഞ്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താണിത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ, സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, ദെൻ ആദ്യം ആര് വരും മക്കളെ? ആക്റ്റീവ് വോയിസിലോട്ടും, ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ആദ്യം എന്ത് വരണം? ഒബ്ജക്റ്റ് വരണം. എന്താ ഓറഞ്ച് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എടുത്തിട്ട് എഴുതി. ദെൻ ഓറഞ്ചസ് ആണ് അല്ലെ, ഒരുപാട് ഓറഞ്ച് ഉണ്ട് അല്ലെ. അപ്പൊ എന്തായാലും ഈസ്, ഈ ലൈക്സ് നമ്മൾ എന്ത് ചെയ്യണം? ഈസാണോ ആമാണോ ആറാണോ കൊടുക്കുക? ആറാണ് കൊടുക്കുക. ഓക്കെ, ദെൻ ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് എഴുതി. ദെൻ ലൈക്ക്ഡ് എന്ന് പറയുന്ന V3 ഫോം, ലൈക്സിന്റെ V3 ഫോം ആയിട്ടുള്ള ലൈക്ക്ഡ് എഴുതി. അതിന് ശേഷമാണ് നമ്മുടെ സബ്ജക്റ്റ് കൊടുക്കുക. പക്ഷെ സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് കൊടുക്കണം മക്കളെ? ബൈ കൊടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ കൂടെ അധികം ഈ ബൈ യൂസ് ചെയ്യാതെയാണ് ആളുകൾ പറയാറുള്ളത്. അതുപോലെ ഒട്ടും യൂസ് ചെയ്യേണ്ടാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പം ദ വർക്കേഴ്സ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ വർക്കേഴ്സ് ബിൽഡ് ദ ഹൗസ് എന്ന് പറയും അല്ലെ. ദ വർക്കേഴ്സ് ബിൽഡ് ദ ഹൗസ്, വർക്കേഴ്സ് എന്ത് ചെയ്തു? വീട് നിർമ്മിച്ചു അല്ലെ. ദ വർക്കേഴ്സ് ബിൽഡ് ദ ഹൗസ്. ഓക്കെ, ദെൻ അത് നേരെ പാസീവ് വോയിസിലായിട്ട് ആക്കുമ്പോൾ ദ ഹൗസ് വാസ് ബിൽഡ്, അത്ര മതി. കാരണം എന്താണ്? വർക്കേഴ്സിനെ അല്ലേ വീടുണ്ടാക്കുക, അതവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ബൈ ഒഴിവാക്കാറുണ്ട്. അധികവും ബൈ യൂസ് ചെയ്യാതെയാണ് പാസീവ് വോയിസിൽ നമ്മൾ എഴുതാറുള്ളത്. പക്ഷെ നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ സ്റ്റുഡൻറ് എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ബൈ നിർബന്ധമായിട്ടും ഇടണം. ഓക്കെ, സോ ഒബ്ജക്റ്റിന് മുമ്പായിട്ട് ആരെ ചേർക്കണം മക്കളെ? ഒബ്ജക്റ്റിന് മുമ്പായിട്ട് ആരുണ്ടാവണം? ബൈ ഉണ്ടാവണം. സോ നിയമങ്ങളൊക്കെ ഓക്കെ ആയില്ലേ മക്കളെ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത ഫിഫ്താമത്തെ നിയമം എന്താ പറയുന്നത് വെച്ചാൽ സബ്ജക്റ്റീവ് കേസ് ആണ് ഒബ്ജക്റ്റീവ് കേസ്. ഓക്കെ, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിൽ സബ്ജക്റ്റ്
ഒബ്ജക്റ്റ് ആയിട്ട് മാറുമ്പോൾ, എന്താണ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് സബ്ജക്റ്റ് ഹി ആണ് എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എന്തായിട്ട് വരും മക്കളെ? ഹിം ആയിട്ട് വരും. ഓക്കെ, ദെൻ സബ്ജക്റ്റ് ഷീ ആണെങ്കിൽ ഒബ്ജക്റ്റ് ഹെർ ആവും. ഓക്കെ, സബ്ജക്റ്റ് ഐ ആണെങ്കിൽ മീ ആവും, യു എപ്പോഴും യു തന്നെ ആയിരിക്കും. ഹു ആണെങ്കിൽ ഹൂം ആവും, വി ആണെങ്കിൽ അസ് ആവും, ദേ ആണെങ്കിൽ ദം ആവും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സാമ്പിൾസ് ചെയ്ത് വരുമ്പോൾ അറിയാവുന്ന കാര്യം മാത്രമാണിത്. അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് സമയം കണ്ടെത്തി ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ഒരു 6 എക്സാമ്പിൾസ് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹി ഹിമ്മായും ഷി ഹെറായിട്ടൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ നിയമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? എന്തൊക്കെയാണ് നമ്മുടെ നിയമങ്ങൾ? സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ഫസ്റ്റ് നിയമമായിരുന്നു, വളരെ ആവശ്യമുള്ള നിയമം. ദെൻ കറക്റ്റ് ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ വെർബിന്റെ V1 നിന്നും എന്ത് ചെയ്യാം? V3 അപ്പോൾ ഐ മീൻ പാസീവ് വോയിസിൽ എപ്പോഴും V3 ഫോം ആയിരിക്കും, വെർബിന്റെ V3 ഫോം ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ സബ്ജക്റ്റിൽ നിന്നും ഒബ്ജക്റ്റിന്റെ കേസിലോട്ട് മാറുന്ന വ്യത്യാസം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ബൈ യൂസ് ചെയ്യണം, ഒബ്ജക്റ്റിന് മുമ്പായിട്ട് ബൈ യൂസ് ചെയ്യണം. ഇത്രയും നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിയമങ്ങൾ കഴിഞ്ഞു അല്ലെ? ഇനി നമുക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിന്റെയും ചേഞ്ചിലോട്ട് കിടക്കാം. ഓക്കെ, ഇതാണല്ലോ നമുക്ക് എക്സാമിന് വരിക. ഓക്കെ, നോക്കാം. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് ഇൻ ടെൻസിന്റെ കേസിൽ. ഓക്കെ, ഇത് ടെൻസിന്റെ കേസിലാട്ടോ. ഇനി പല നമ്മൾ ഇമ്പറേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസുകളൊക്കെ വേറെയും വരുന്നുണ്ട്. പക്ഷെ ടെൻസിന്റെ കേസിൽ ഇതാണ് നമുക്ക് കൂടുതലും വരിക. നമുക്ക് ടെൻസിന്റെ കേസിൽ ഇവർക്കുള്ള മാറ്റങ്ങൾ നോക്കാം. വലിയൊരു ടേബിൾ ഒന്നും കണ്ട് ആകെപ്പാട് ഇത് എന്താണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, വളരെ സിമ്പിളാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ടെൻസിന്റെ ക്ലാസ് കാണാതെ ഒരിക്കലും ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും വന്ന് കാണരുത്. അത് കണ്ടിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് കേട്ടാൽ തന്നെ ഇത് മനസ്സിലാവും. ഓക്കെ, സോ ടെൻസിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ആക്റ്റീവ് വോയിസിന്റെയും പാസീവ് വോയിസിന്റെയും ക്ലാസ് കാണുക കേട്ടോ. ദെൻ നോക്കാം. ഇതെല്ലാ ടെൻസിനൊന്നും ഇത് വേണ്ട കേട്ടോ. അതാണ് നമ്മൾ ഏറ്റവും രക്ഷപ്പെടുന്നത്. ഒരുപാട് ടെൻസ് ഉണ്ടല്ലോ, ഒത്തിരി ടെൻസ് ഉണ്ട്. പക്ഷെ അതിനൊന്നും എല്ലാ ടെൻസിനും പാസീവ് വോയിസ് ഇല്ല. വളരെ കുറച്ച് ടെൻസിനെ പാസീവ് വോയിസ് ഉള്ളൂ. നോക്കാം ഏതൊക്കെയാണെന്ന്. സിമ്പിൾ പ്രസന്റ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് നോക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഇതാണിത്, നമ്മുടെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏത്? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും ഒന്ന് പറഞ്ഞ്. ഡു ഡസ് പ്ലസ് V1 അല്ലെ? ഡു ഡസ് ആയിരിക്കും അല്ലെ? സിമ്പിൾ പ്രസന്റ് ഡു ഓർ ഡസ് പ്ലസ് V1 ആയിരിക്കും അല്ലെ? ഹി റൈറ്റ്സ് എ ലെറ്റർ അല്ലെ? ദേ പ്ലേ ക്രിക്കറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? എന്താണ്? സോ അത് ഇനി നേരെ ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യും. ഇതാണ് നമുക്ക് അറിയേണ്ടത്, ഇതാണ് അല്ലെ? പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ളത് എങ്ങനെയാണ്? ഞാനിപ്പോ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡു ഡസ് പ്ലസ് V1 ഐ മീൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഒരു സെന്റൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം മക്കളെ? ഈസ് ആം ആർ കൊടുക്കണം. ഈസ് ആം ആർ പ്ലസ് V3. ഈസ് ആം ആർ പ്ലസ് V3. ഓക്കെ, ദെൻ ഇത് നിങ്ങൾ ഇപ്പൊ തന്നെ കാണാതെ പഠിക്കണ്ട. ഓട്ടോമാറ്റിക്കലി നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഏതായിരുന്നു? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾക്ക് അറിയാലോ. ഈസ് ആം ആർ പ്ലസ് ING ഇതാണല്ലോ. ഈസ് ആം ആർ പ്ലസ് ING. ഓക്കെ, ദെൻ അത് നേരെ പാസീവ് വോയിസിലോട്ട് വരുമ്പോഴും ഈസ് ആമിനൊന്നും വിട്ടുകൊടുത്തിട്ടില്ല, കളിയൊന്നുമില്ല. ഈസ് ആം ആർ പ്ലസ് ഒരാളും കൂടെ കൂടും. അത് അവരുടെ കുടുംബ പേരാണ്. നിങ്ങൾക്കറിയാലോ, ഈസ് ആം ആറ് വാസ് വേറെ. ഇവരുടെ ഫാമിലി പേരെന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഈസ് ആം ആറിന് ഒരു ഫാമിലി പേരുണ്ട്. എന്തായിരുന്നു? ബീയിങ്. ഓക്കെ, അപ്പൊ അത് അവിടെ കൊടുക്കണം. എങ്ങനെ? ഈസ് ആം ആർ പ്ലസ് ബീയിങ്. പിന്നെ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ V3. ഓക്കെ, ദെൻ നോക്കാം അടുത്തത്. പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അടുത്തത്. പ്രസന്റ് പെർഫെക്റ്റ് ഏതാ? ഹാസ് ഹാവ് പ്ലസ് V3 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഹാസ് ഹാവ് പ്ലസ് V3 ആണ്. ഇനി അത് ചേഞ്ച് ചെയ്യുമ്പോൾ ഇതാ ഒരു മാറ്റവും ഇല്ല, വളരെ സിമ്പിൾ ആണ്. ഹാസ് ഹാവ് പ്ലസ് ബീൻ എന്ന് പറയുന്ന ഒരു കാര്യം ചേർക്കണം. ഹാസ് ഹാവ് പ്ലസ് ബീൻ. ഈ സാം ആറായിരുന്നെങ്കിൽ ബീൻ. ഹാസ് ഹാവ് വരുമ്പോ ബീൻ. ഓക്കെ, വളരെ സിമ്പിൾ ആണ് അല്ലെ? ചെറിയൊരു മാറ്റങ്ങളെ വരുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ ഈ ഭാഗത്തുള്ള നമ്മുടെ ഓക്സിലറി വെർബ്
എടുത്ത് പൂർണ്ണമായിട്ടും കളയുന്നില്ല, അതിന്റെ കൂടെ ജസ്റ്റ് ബീൻ അല്ലെങ്കിൽ ബീങ് എന്നൊക്കെ ചേർക്കുന്നുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് വേണ്ട. ഓക്കെ, ദെൻ സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ഡിഡ് പ്ലസ് V3 അല്ലെ, ഹി റോട്ട് എ ലെറ്റർ എന്ന് പറയുന്ന ഡിഡ് പ്ലസ് V3 ആയിരിക്കും സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അത് നിങ്ങൾ നേരെ മാറ്റുമ്പോൾ സിമ്പിൾ പാസ്റ്റിൽ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് വാസ് വേർ പ്ലസ് V3 ആയിരിക്കും. എന്താണ് വാസ് വേർ പ്ലസ് V3? ഇത് നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്തതാണല്ലോ അങ്ങനെ ഓർക്കരുത് കേട്ടോ. സിമ്പിൾ പാസ്റ്റ് അതിന് കണ്ടിന്യൂസ് ടെൻസിനാകുമ്പോൾ INGയും കൂടെ വരുന്നുണ്ട്, ബീയിങ്. ഓക്കെ, പക്ഷെ ഇത് പ്രസന്റ് സിമ്പിൾ പാസ്റ്റിനാകുമ്പോൾ വാസ് വേർ പ്ലസ് V3 മാത്രമേ ഉള്ളൂ കേട്ടോ. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസിനാകുമ്പോഴാണ് വാസ് വേർ പ്ലസ് ING ആണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. അത് പാസീവ് വോയിസിലോട്ടാകുമ്പോൾ ഈസ് ആം ആറിന് പറഞ്ഞ പോലെ തന്നെ അവരുടെ കുടുംബ പേരും എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. വാസ് വേർ പ്ലസ് ബീയിങ് പ്ലസ് V3. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ പാസ്റ്റ് പെർഫെക്റ്റ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? പാസ്റ്റ് പെർഫെക്റ്റ് അറിയാലോ, ഹാഡ് പ്ലസ് V3. വളരെ ഈസിയാണ്. ഹാസും ഹാവിന്റെയും കൂടെ നമ്മൾ ബീനാണ് കൊടുത്തത്. അതേപോലെ തന്നെ അവരുടെ ഫാമിലി പെട്ടത് തന്നെയാണ് ഹാഡും. അതുകൊണ്ട് തന്നെ അവർക്കും ഹാസ് ഹാവ് ഹാഡ് പ്ലസ് ബീൻ തന്നെയാണ് വരുന്നത് കേട്ടോ. ഹാഡ് പ്ലസ് ബീൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്തത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അടുത്ത എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ടെൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ദെൻ സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്താണ് മക്കളെ ഒന്ന് പറഞ്ഞേ? ഷാൾ വിൽ പ്ലസ് V1 അതാണല്ലോ സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ എന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ കൂടെ ജസ്റ്റ് അടുത്തൊരാളെയും കൂടെ കൊടുത്താൽ മതി. വിൽ ഓർ ഷാൾ പ്ലസ് ബി എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ബി പ്ലസ് V3. ഇനി ഫ്യൂച്ചർ ആണെങ്കിലും പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും V3ക്ക് ഒരു മാറ്റം വരുന്നില്ല കേട്ടോ. അപ്പൊ വില്ലും ഷാളിന്റെയും കൂടെ ആര് വരുന്നുണ്ട്? ബി വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട്. വിൽ പ്ലസ് അല്ലെങ്കിൽ വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ് എന്നൊക്കെ പറയുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കൂടെ വരുന്ന ഒരു മാറ്റം, ഹാവിന്റെ ഹാസിന്റെ ഹാഡിന്റെയും കൂടെ ഓൾറെഡി എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ബീൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ബീൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. വലിയൊരു മാറ്റം എന്ന് പറയാനൊന്നുമില്ല. വിൽ ഹാവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹാവിന്റെ ഹാസിന്റെയും ഹാഡിന്റെയും കൂടെ വരുന്ന ബീനും കൂടെ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി ആ വലിയ ടേബിള് ഒന്ന് ചെറിയ ടേബിളാക്കി മാറ്റിയതാണ് ഇത്. ഓക്കെ, നമുക്ക് അത്ര വലിയ ടേബിളിന്റെ ആവശ്യമില്ല. ആ ടേബിൾ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് എഴുതിയതാണ് ഇത്. നോക്കാം. V1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. V1 എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസിലല്ലേ മക്കളെ V1 വരുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് V1. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് വരുമ്പോ എന്താ യൂസ് ചെയ്യുക മക്കളെ? ഈസ് ആം ആർ പ്ലസ് V3 ആണ് അല്ലെ. ദെൻ V2 എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ പാസ്റ്റ് ആണ് കേട്ടോ. V2 എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് വരുമ്പോ എന്തായിരുന്നു? വാസ് വേർ പ്ലസ് V3 ആയിരുന്നു. ഇനി ഇവിടെ ING എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ING എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെയാണ് വരുന്നത്? പ്രസന്റ് കണ്ടിന്യൂസിന് ING വരുന്നുണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസിനും വരുന്നുണ്ട് അല്ലെ. പ്രസന്റ് കണ്ടിന്യൂസിനും അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസിനും. പ്രസന്റ് കണ്ടിന്യൂസിനും പാസ്റ്റ് കണ്ടിന്യൂസിനുമാണ് ING വരുന്നത് അല്ലെ. ഈസ് ആം ആർ പ്ലസ് വാസ് വേർ പ്ലസ് ING അല്ലെ. ഈസ് ആം ആർ വാസ് വേർ പ്ലസ് ING വരും. ഇങ്ങനെ ING വരുമ്പോ എന്തൊക്കെയാണ് വരിക? അത് ഈ ഓക്സിലറി എന്ന് കൊടുത്തതാട്ടോ ഞാനിപ്പോ പറഞ്ഞ ഈസ് ആം ആർ വാസ് വേർ. ഓക്കെ, ദെൻ ബീയിങ് വരും. INGയുടെ കൂടെ വരുമ്പോ എന്തെങ്കിലും കണ്ടിന്യൂസ് ആണോ അതിന്റെ ബീയിങ് വരും. ദെൻ V3. ഓക്കെ, ദെൻ പാസ്റ്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റും. ഹാസ് ഹാവ് ഹാഡ്. എന്താണ്? ഹാസ് ഹാവ് ഹാഡ്. ഹാസ് ഹാവ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 അല്ലെ. ഹാസ് ഹാവ് ഹാഡിന്റെ കൂടെ എന്താ വരിക? ബീൻ ആണ് വരിക. ഓക്കെ, ദെൻ വിൽ ഷാൾ ക്യാൻ. എന്താണ്? വിൽ ഷാൾ ക്യാൻ. വില്ലും ഷാളും ക്യാൻ എന്നൊക്കെ പറയുന്ന ഫീച്ചർ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഫീച്ചറിന്റെ ഒക്കെ കൂടെ എന്ത് വരും മക്കളെ? ബി വരും. ഓക്കെ, ദെൻ വലിയ ക്യാന് ഷാള് അതിന്റെ കൂടെ ഹാവ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബീനും കൂടെ വരും. ഓക്കെ, ക്ലിയർ ആയാലോ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ് ടേബിള്. അത് വലിയൊരു ടേബിൾ നേരത്തെ കാണിച്ചു എന്നുള്ളൂ. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ആ ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിലും സിമ്പിൾ ആയിരിക്കും ഇത് ഇനി എന്ത് ചെയ്യുക? എക്സാമ്പിൾ ചെയ്യുമ്പോൾ. പക്ഷെ എന്ത് ചെയ്യണം മക്കളെ? ടെൻസ് പഠിക്കണം കേട്ടോ.
ഓക്കെ, ദെൻ സിമ്പിൾ പ്രസന്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് പഠിക്കുമ്പോൾ ഇതൊന്നും കൂടി ഈസി ആയിരിക്കും. എന്താണ് കമ്പയർ ചെയ്തിട്ട് പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യാന്ന് സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും പാസീവ് വോയിസിലോട്ടാക്കാൻ ഒന്നും കൂടെ ഈസി. അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും ഒന്നിച്ചെടുത്തത്. ഓക്കെ, നോക്കാം. ഈസ്, ആം, ആർ, ഇതാണ് ആർക്കുള്ളത് മക്കളെ? ഇതാണ് സിമ്പിൾ പ്രസന്റിനുള്ളത്. വാസ്, വേർ പ്ലസ് V3 ആണ് ആർക്കുള്ളത്? സിമ്പിൾ പാസ്റ്റിനുള്ളത്. ഓക്കെ, ഈസ്, ആം, ആർ പ്ലസ് V3 ആണ് സിമ്പിൾ പ്രസന്റിനുള്ളതും. സിമ്പിൾ പാസ്റ്റ് ആണ് ഒരു സെന്റൻസ് എന്നുണ്ടെങ്കിൽ വാസ്, വേർ പ്ലസ് V3 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ഇനി ആദ്യം നമുക്ക് സിമ്പിൾ പ്രസന്റിന് ഒരു എക്സാമ്പിൾ നോക്കാം. സിമ്പിൾ പ്രസന്റ് ഈസ്, ആം, ആർ പ്ലസ് V3. ഓക്കെ, സിമ്പിൾ പ്രസന്റിലാണ് ഒരു സെന്റൻസ് എന്നുണ്ടെങ്കിൽ ഈസ്, ആം, ആർ പ്ലസ് V3 ആയിട്ട് അത് മാറും. ഇനി എങ്ങനെയാണ് നമുക്ക് മാറുന്നതെന്ന് നോക്കാം. ഓക്കെ, സുമ റൈറ്റ്സ് എ നോവൽ. എന്താണ് സുമ റൈറ്റ്സ് എ നോവൽ? നോക്കാം. ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ അതിന്റെ സബ്ജക്റ്റും വെർബ് ഒബ്ജക്റ്റും ഒക്കെ സെറ്റ് ആക്കി വെക്കണം. ആദ്യം എങ്ങനെ? സുമയാണ് സബ്ജക്റ്റ്, വെർബാണ് റൈറ്റ്സ്, ഒബ്ജക്റ്റ് ആണ് നോവൽ. ഓക്കെ, SVO. ഇനി അത് നേരെ തിരിച്ചിടണ്ടേ അല്ലേ? സബ്ജക്റ്റും വെർബിനും ഒബ്ജക്റ്റിനെയൊക്കെ നേരെ തിരിച്ചിടണം. അവിടെ കാണുന്ന ഒബ്ജക്റ്റ് എവിടെ വരണം? പാസീവ് വോയിസിലാവുമ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരണം. ഓക്കെ, സോ എടുക്കാം. എ നോവലാണ് ഇവിടുത്തെ എന്ത്? ഇതാ സുമ റൈറ്റ്സ് എ നോവൽ. ഓക്കെ, നമുക്ക് ഇതിൽ താഴെയുള്ള പാർട്ട് നോക്കാതെ തന്നെ നമ്മൾ കാണിച്ചു തരാം. എ നോവൽ എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടുത്തെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റിനെ ആദ്യം എടുത്തു, എ നോവൽ. ദെൻ എന്താണ് അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു. എ നോവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെ കൊടുക്കണം മക്കളെ? കറക്റ്റ് ആയിട്ടുള്ള ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം. ഏതാണ് ഇതിൽ ഓക്സിലറി വെർബ്? എങ്ങനെയാന്ന് നോക്കുക. റൈറ്റ്സ് ഉണ്ട് അല്ലെ? റൈറ്റ്സ് ഉണ്ട്. റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അവിടെ ഏത് കൊടുക്കണം? ഈസ്, ആം, ആറിൽ ആരെ കൊടുക്കാം മക്കളെ? ഇവിടെ ഈസ് കൊടുക്കുക. കാരണം നോവൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സിംഗിൾ ആണ് അല്ലെ? ഒരു ഒറ്റൊന്നാണ്. ഓക്കെ, അപ്പൊ ഈസ് കൊടുക്കും. ദെൻ V3 ആണ്. V3 എന്ന് പറയുമ്പോൾ റൈറ്റിന്റെ V3 ആണ് മക്കളെ റിട്ടൺ എന്ന് പറയുന്നത്. എന്താണ്? റിട്ടൺ. ദെൻ അടുത്തത് വേണ്ടത് ബൈ ആണ് അല്ലെ? ബൈ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ആരാണ്? സുമ വരണം. ഐ മീൻ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ നേരെ ആക്റ്റീവ് വോയിസിലോട്ട് ആക്കുമ്പോഴും ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് എന്താണ് മക്കളെ? ഓക്സിലറി വെർബ് കഴിഞ്ഞാൽ V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? എന്താണ് ഓക്സിലറി വെർബ്? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ പ്ലസ് V3 എന്ന് പറയുന്നത് വെർബിന്റെ റിട്ടൺ, ഐ മീൻ വെർബിന്റെ V3 ഫോം. ഓക്കെ, ദെൻ ബൈ കൊടുക്കുക, ദെൻ സബ്ജക്റ്റ് കൊടുക്കുക. ക്ലിയർ ആയല്ലോ? നോക്കാം. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. സോ ഇവിടെ വ്യക്തമായിട്ട് അടുത്ത എക്സാമ്പിൾ നോക്കാം. ദേ ബിൽഡ് ഹൗസസ്. അവർ വീട് നിർമ്മിച്ചു അല്ലെ? ഇനി അടുത്തത് വീട് അവരാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയണല്ലോ. അപ്പൊ ഇനി നമ്മൾ ഹൗസസ് എടുക്കുകയാണ്. ആദ്യം ഒബ്ജക്റ്റിനെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം, സബ്ജക്റ്റ് ആക്കി മാറ്റണം അല്ലെ? അപ്പൊ ഇതാ ഹൗസസ് എന്ന് പറയുമ്പോൾ എന്തായി മാറി മക്കളെ? ഈസ് പറ്റുമോ? ഇല്ല. അതെന്തായി? അത് പ്ലൂറലായി, വീടുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിൽ ഈസിന് പകരം ആരെടുക്കും? ആറിനെ എടുക്കും. ദെൻ ഓക്സിലറി വെർബ് ആർ യൂസ് ചെയ്തു. ഓക്കെ, ദെൻ ബിൽഡിന്റെ V3 ഫോം ആണ് അടുത്തത് വേണ്ടത്, ബിൽറ്റ്. ഓക്കെ, V3 ഫോം യൂസ് ചെയ്തു. ദെൻ ബൈ യൂസ് ചെയ്തിട്ട് ദേ വരുമ്പോ ദേ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറുമ്പോൾ ദേ ദം ആയിട്ട് മാറും. ദേ എന്തായിട്ട് മാറും? ദം ആയിട്ട് മാറും. ക്ലിയർ? ഓക്കെ, ദെൻ ദേ കുക്ക് ഫുഡ്. എന്താണ്? ദേ കുക്ക് ഫുഡ്. വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ? നോക്കാം. അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. കാരണം ഇത് ഫുള്ള് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ഓരോന്നും എടുത്ത് പറയുന്നില്ല. സിമ്പിൾ പ്രസന്റിലുള്ള ടെൻസ് ആണ്. ഫസ്റ്റ് തന്നെ നോക്കാം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇനി നേരെ അത് പാസീവ് വോയിസിലാവുമ്പോൾ നേരെ ഒബ്ജക്റ്റ് ആദ്യം കൊടുക്കണം. എന്ത് കൊടുക്കണം? ഫുഡ് കൊടുക്കും അല്ലെ? അതിനുശേഷം ആരെ കൊടുക്കണം? ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം. ഏതാണ് യൂസ് ചെയ്യുക? ഫുഡിന് ഈസ് ആണ് യൂസ് ചെയ്യുക. ദെൻ അടുത്തത് V3 ഫോം കൊടുക്കണം. കുക്കിന്റെ V3 ആണ് കുക്ക്ഡ്. ഓക്കെ, ദെൻ
ദേ എന്തായിട്ട് വരും? ദേ എന്തായിട്ട് വരും? ദം ആയിട്ട് വരും അല്ലെ? ദെൻ നെക്സ്റ്റ് വൺ, എ നേഴ്സ് ട്രീറ്റ്സ് മീ. എ നേഴ്സ് ട്രീറ്റ്സ് മീ. ഓക്കെ, ഇവിടെ മീ ആണ് ഒബ്ജക്റ്റ് അല്ലെ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് നേരെ തിരിച്ചിടണ്ടേ? നേരെ ഈ മീ നേരെ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറുമ്പോൾ മീ നേരെ ഐ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഐ ആയിട്ട് മാറും. ഐന് പിന്നെ പ്രത്യേകിച്ച് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഈസോ ആറോ ഒന്നുമില്ല. ഐന്റെ കൂടെ എപ്പോഴും ആരാ വരുള്ളൂ? ആമേ വരുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഐ ആം. ദെൻ V3 ഫോം, ട്രീറ്റിന്റെ V3 ട്രീറ്റഡ്. ദെൻ ബൈ എന്ന് കൊടുക്കുക, നേരെ സബ്ജക്റ്റ് എടുത്ത് എഴുതുക, ബൈ എ നേഴ്സ്. ക്ലിയർ ആയല്ലോ? എക്സാമ്പിൾസ് കൂടുതൽ ചെയ്ത് പഠിക്കണം കേട്ടോ. ദെൻ നോക്കാം അടുത്തത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാ യൂസ് ചെയ്തത്? ഈസ്, ആം, ആർ പ്ലസ് V3 ആയിരുന്നു അല്ലെ? ഓക്കെ, ദെൻ ഇവിടെ സിമ്പിൾ പാസ്റ്റ് നേരെ ഈസ്, ആം, ആറിന് പകരം വാസ്, വേർ പ്ലസ് V3. ഓക്കെ, നോക്കാം. ഷീ വാഷ്ഡ് മൈ ഷർട്ട്. ഷീ വാഷ്ഡ് മൈ ഷർട്ട്. ഒരു സെന്റൻസ് കിട്ടി. ഇനി നമ്മൾ അതിൽ നിന്ന് എന്തെടുക്കണം മക്കളെ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അല്ലെ? ക്ലിയർ ആയി. ദെൻ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ്, വാഷ്ഡ് എന്ന് പറയുന്ന വെർബ്, മൈ ഷർട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. നേരെ തിരിച്ചിങ്ങോട്ട് ഇടുക. മൈ ഷർട്ടിനെ എന്ത് ചെയ്യാ? ഒബ്ജക്റ്റിനെ നേരെ പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരാം, മൈ ഷർട്ട്. ദെൻ ഈ വാഷ്ഡ് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ഏത് സെന്റൻസ് ആണെന്ന്. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ടെൻസ് അറിയണം. വാഷ്ഡ് കാണുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് അറിയണം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് വാസ് പറ്റുമോ വേറ് പറ്റുമോ നോക്കണം. വാസ് പറ്റുമോ വേറ് പറ്റുമോ എന്ന് നിങ്ങൾ എവിടെ നോക്കണം? മുമ്പിൽ കൊടുത്തിട്ടുള്ള ഈ സബ്ജക്റ്റിന് നോക്കുമ്പോഴേ തീരുമാനമാവുള്ളൂ. മൈ ഷർട്ട് ഒന്നല്ല, സോ വാസ്. ഓക്കെ, ദെൻ V3 ഫോം ആയിരിക്കും ഓൾറെഡി ഈ പാസ്റ്റിൽ ഉണ്ടാവുക. അപ്പൊ എന്താണ്? വാഷ്ഡ്. കറക്റ്റ് ആണ്. ദെൻ ബൈ കൊടുക്കുക. ഷീ ഇങ്ങോട്ട് മാറുമ്പോൾ ഷീ നേരെ ഒബ്ജക്റ്റ്, അടുത്ത സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയി മാറുമ്പോൾ ഷീ എന്തായി മാറും? ഹെർ ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ദെൻ ദേ പ്ലാന്റഡ് സം ട്രീസ്. ദേ പ്ലാന്റഡ് സം ട്രീസ്. ഓക്കെ, ഒബ്ജക്റ്റ് എടുക്കാം. ഒബ്ജക്റ്റ് ഇവിടെ എന്താണ്? സം ട്രീസ് ആണ്. അതാണ് ഇവിടെ നേരെ സബ്ജക്റ്റ് അല്ലെ? സം ട്രീസ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഒരുപാടുണ്ടാകുമ്പോ വാസാണോ വേറാണോ? വേറാണ് അല്ലെ? സോ വേറ് കൊടുത്തു. ദെൻ V3 ഫോം ആണ്. അടുത്തത് എന്താണ്? V3 ഫോം. അപ്പൊ എന്താണ്? സബ്ജക്റ്റ്, ഇത് മറക്കാതെ വീണ്ടും ഓർമ്മിക്കുക എന്നുള്ളൂ. സബ്ജക്റ്റ്, ഓക്സിലറി വെർബ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് അല്ലെ? ഇതിങ്ങനെ ഓർക്കാൻ വേണ്ടി വീണ്ടും എല്ലായിടത്തും എഴുതി വെക്കുന്നുള്ളൂ. ഇത് നിങ്ങൾ മനഃപ്പാഠമാക്കിയിട്ട് പഠിക്കണം കേട്ടോ. സോ ഇവിടെ എന്ത് കൊടുത്തു? സം ട്രീസ് മീൻസ് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്, ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, ക്ലിയർ? ഇനി അത് ഇവിടെ സബ്ജക്റ്റ് എന്ന് എഴുതിയോണ്ട് നിങ്ങൾ അത് സബ്ജക്റ്റ് ആയി എന്ന് വിചാരിക്കരുത്. അത് ഒബ്ജക്റ്റ് തന്നെയാണ് കേട്ടോ. ഒബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരിക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് ദേ സ്പോക്ക് ടു ഹിം. എന്താണ്? ദേ സ്പോക്ക് ടു ഹിം. ഹിം ആണ് ഇവിടെ എന്ത്? ഇവിടുത്തെ ഒബ്ജക്റ്റ്. സ്പോക്ക് ഇതാണ് ഇവിടുത്തെ എന്ത്? വെർബ്. ദേ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ നിയമം സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് നേരെ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഹിമ്മിനെ ഒന്നും ഫ്രണ്ടിലോട്ട് ആരും ഹിമ്മായിട്ട് കൊണ്ടുവരാറില്ല. ഹിമ്മ് നേരെ സബ്ജക്റ്റ് ആയിട്ടിലോട്ട് മാറുമ്പോൾ എന്തായിട്ട് മാറും? ഹീ ആയിട്ട് മാറും. ഓക്കെ, ഹീ ഒരാളായതുകൊണ്ട് തന്നെ വാസ് വരും. ഹീന്റെ കൂടെ വാസേ പറ്റുള്ളൂ, വേറെ പറ്റില്ല. അപ്പോൾ ഹീ വാസ് പറ്റും. ദെൻ V3 ഫോം ആണ്. സ്പോക്കിന്റെ V3 ഫോം സ്മോക്കൺ എഴുതി. ദെൻ സ്പോക്കൺ ടു കഴിഞ്ഞിട്ട് ബൈ കഴിഞ്ഞാൽ ദേ എന്തായിട്ട് മാറും മക്കളെ? ദമ്മായിട്ട് മാറും. ദേ ദമ്മായി എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഏകദേശം പഠിക്കാനായി. ഒരുപാട് എക്സാമ്പിളിൽ ദേ ദമ്മായിട്ട് വന്നപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് പഠിക്കാനുള്ള ടൈമായി കേട്ടോ. ഓക്കെ, ദെൻ എ നേഴ്സ് ട്രീറ്റ്സ് മീ. എ നേഴ്സ് ട്രീറ്റ്സ് മീ. ഓക്കെ, എന്താണ്? എ നേഴ്സ് ട്രീറ്റ്സ് മീ. നോക്കാം. ഇവിടെ എന്താണ്? ഐ വന്നു. ഐ എന്താണ്? മീ എന്ന് പറയുന്നത് ഐ ആയി അല്ലേ? മീ എന്ന് പറയുന്നത് ഐ ആയി. എ നേഴ്സ് ട്രീറ്റ്സ് മീ അല്ല, എ നേഴ്സ് ട്രീറ്റഡ് മീ. ഓക്കെ, പാസ്റ്റ് ആണ് കേട്ടോ, പ്രസന്റ് അല്ല. എ നേഴ്സ് ട്രീറ്റഡ് മീ ആണ്. ഓക്കെ, അപ്പൊ മീ എന്തായി മാറി? മീ ഇതാ നേരെ ഐ ആയിട്ട് മാറി. ഓക്കെ, ഐ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഐന്റെ കൂടെ വാസ് ആണ് വരിക. സോ ഐ വാസ് വന്നു. ദെൻ V3 ഫോം ആയിട്ടുള്ള ട്രീറ്റഡ് വന്നു. ഓക്കെ, സബ്ജക്റ്റ് വന്നു, ഓക്സിലറി വെർബ് വന്നു, V3 ഫോം വന്നു. ദെൻ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് തന്നെയാണ് കേട്ടോ, മറക്കരുത്. ദെൻ ബൈ
ദെൻ ഇവിടെ കാണുന്ന നേരെ സബ്ജക്റ്റായി ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആദ്യം ആ സ്ട്രക്ചർ ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. ബാക്കിയൊക്കെ ടെൻസിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, നെക്സ്റ്റ് ടെൻസ് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും, ഇത് രണ്ടും ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കാനാണ് സുഖം. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും അറിയാലോ, കണ്ടിന്യൂ ആയിട്ട് നടക്കുന്ന പ്രോസസ്സ് പറയാൻ സ്വാഭാവികമായിട്ടും ഈസ്, ആം, ആർ, വാസ്, വേർ പ്ലസ് ING. ഓക്കെ, അത് പിന്നെ കടന്നോട്ടെ. ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. അതിൻ്റെ കൂടെ പാസീവ് വോയിസിലോട്ടാകുമ്പോൾ ഒരു ബീയിങ് കൂടെ അവരുടെ ഫാമിലിയുടെ പേരും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക. ക്ലിയർ? നോക്കാം. ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 ആയിരിക്കും പ്രസന്റ് കണ്ടിന്യൂസ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വാസ്, വേർ പ്ലസ് V3 ആയിരിക്കും, ബീയിങ് ആയിരിക്കും. ഓക്കെ, പാസ്റ്റും പ്രസന്റും ആകുമ്പോൾ ഉള്ള ഒരു മാറ്റേ ഉള്ളൂ, ബീയിങ് പ്ലസ് V3 തന്നെയാണ്. ക്ലിയർ? നമുക്ക് എക്സാമ്പിളിലോട്ട് കിടക്കാം. രാജു ഈസ് റിട്ടേണിംഗ് ദ ബുക്ക്. രാജു ഈസ് റിട്ടേണിംഗ് ദ ബുക്സ് അല്ലെ, റിട്ടേൺ ചെയ്തു, ബുക്ക് എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. ഓക്കെ, നോക്കാം. ഇനി നമ്മുടെ നിയമം അറിയാലോ, നിയമം കറക്റ്റ് ആയിട്ട് മറക്കരുത്. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് V3 പ്ലസ് ഇവിടെ എന്തും കൂടെ വരും മക്കളെ? ഇവിടെ എന്തും കൂടെ വരും? ഇവിടെ ഒരാളും കൂടെ വരും. ഇവിടെ ആരും കൂടെ വരും? ഇവിടെ ഓക്സിലറി വെർബിന്റെ കൂടെ ഒരാളും കൂടെ വരുന്നുണ്ട്. അത് ബീയിങ് ആണ് കേട്ടോ. ബീയിങ് പ്ലസ് V3 പ്ലസ് പിന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, ബൈ സബ്ജക്റ്റും. ഓക്കെ, അത് പിന്നെ എല്ലാത്തിലും ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നോക്കാം. ഫസ്റ്റ് രാജു എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കാണുന്നു. ദെൻ ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് കാണുന്നു. റിട്ടേണിംഗ് എന്ന് പറയുന്ന വെർബ് കാണുന്നു അല്ലെ. ദ ബുക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കാണുന്നു. ക്ലിയർ? ഇനി ഇത്രയൊക്കെ നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിച്ചു അല്ലെ. സബ്ജക്റ്റ് കണ്ടുപിടിച്ചു, ഓക്സിലറി വെർബ് കണ്ടുപിടിച്ചു, വെർബ് കണ്ടുപിടിച്ചു, ഒബ്ജക്റ്റും കണ്ടുപിടിച്ചു. ഇനി നേരെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക. എങ്ങനെ കൊണ്ടുവരണം? ആദ്യം ഒബ്ജക്റ്റിന് എന്തെടുത്തു? ദ ബുക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ എടുത്തു. ഓക്കെ, ഒബ്ജക്റ്റിനെ എടുത്തു. ഒബ്ജക്റ്റിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ദ ബുക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റ് ദ ബുക്സ് ആയതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് എന്തായി മാറിയിട്ടുണ്ടായിരുന്നു മക്കളെ? ഒന്ന് പറഞ്ഞേ, എന്താണത്? ദ ബുക്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈസ് പറ്റില്ല, പിന്നെ എന്തേ പറ്റുള്ളൂ? ആറേ പറ്റുള്ളൂ. ഓക്കെ, ഇനി ആറിന്റെ കൂടെ തന്നെ ആര് വേണം? ബീയിങ് വരണം. കാരണം ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്റ്റീവ് വോയിസിൽ വന്നാൽ പാസീവ് വോയിസിലോട്ട് വരുമ്പോൾ ബീയിങ് വേണം. ഓക്കെ, ദെൻ V3 തന്നെ, ഒരു മാറ്റവും ഇല്ല, V3 തന്നെയാണ്. റിട്ടേൺഡ്, ദെൻ ബൈ കഴിഞ്ഞിട്ട് രാജു എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റും വന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഇതാ ഞാൻ പറഞ്ഞത്, ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ്ങിലോട്ടൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. നിങ്ങൾക്കിപ്പോൾ ഇതിന്റെ മീനിങ് അറിയേണ്ട ആവശ്യമുണ്ട് എക്സാമിന്? ഒരിക്കലും നിങ്ങളോട് ഇതിന്റെ മീനിങ് ഒന്നും അല്ല എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, ഇതിന്റെ മീനിങ് അറിഞ്ഞിട്ടല്ല നമ്മൾ ഇത് എഴുതേണ്ടി വരുന്നതും. ആ സ്ട്രക്ചറിനനുസരിച്ച് ഈ വേർഡുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എഴുതണം, അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഇതിന്റെ ആയത്തിലുള്ള മീനിങ്ങിലോട്ടൊന്നും നിങ്ങൾ കടക്കേണ്ടതായിട്ടില്ല. നിങ്ങളുടെ മൈൻഡിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു സെന്റൻസ് ഉണ്ടാവും. ആ സെന്റൻസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്ട്രക്ചർ നോക്കിയിട്ട് ഓരോന്നായിട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് അതിൽ നിന്ന് എടുത്ത് എഴുതുക. ദെൻ ഓക്സിലറി വെർബ് ഏതാണോ വെച്ചാൽ അത് എഴുതുക. ദെൻ V3 ഫോം എഴുതുക. ദെൻ സബ്ജക്റ്റ് ബൈ ഇട്ടിട്ട് എഴുതുക. ഇത് മാത്രം ചെയ്താൽ മതി, അല്ലാതെ നിങ്ങൾ മീനിങ്ങിലോട്ടൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഓക്കെ, ദെൻ നോക്കാം. എ ഡോക്ടർ ഈസ് ട്രീറ്റിംഗ് മീ. എ ഡോക്ടർ ഈസ് ട്രീറ്റിംഗ് മീ. ഓക്കെ, ഡോക്ടർ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഈസ് വർബ്, ട്രീറ്റിംഗ് വർബ്, ദെൻ മീ എന്തായിട്ട് മാറും മക്കളെ? ഐ ആയിട്ട് മാറും. ഐ ആവുമ്പോൾ പിന്നെ അവിടെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഈ ഈസൊക്കെ അവിടെ വെറുതെ അങ്ങ് നിൽക്കുക എന്നല്ലാതെ ഒരു ഓപ്ഷനും ഇല്ല. ഐ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഐ ആം വരും. ഓക്കെ, ഐ ആം കൂടെ എന്ത് വരും? ആം, ഈസ്, ആർ പ്ലസ് ബീയിങ് വരും. ദെൻ ട്രീറ്റിന്റെ V3 ഫോം ട്രീറ്റഡ് അല്ലെ. ദെൻ ബൈ എന്ന് കൊടുത്തിട്ട് നേരെ നമ്മുടെ സബ്ജക്റ്റും കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇവിടേക്ക്
ഈ കേസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എം ബീങ് ട്രീറ്റഡ് മതി, ഐ എം ബീങ് ട്രീറ്റഡ് മതി. അല്ലാതെ ഒരിക്കലും നമ്മളെ വേറെ മറ്റു തൊഴിലിന് പോണ ആളുകളൊന്നും നമ്മളെ ചികിത്സിക്കാൻ വരുന്നില്ലല്ലോ. ഓക്കെ, സോ ഇങ്ങനത്തെ കേസുകളൊന്നും നമ്മൾ പല സാഹചര്യങ്ങളിലും നമ്മൾ ബൈ കൊടുക്കാറില്ല, പൊതുവെ ബൈ കൊടുക്കാറില്ല. പക്ഷെ എക്സാം വ്യൂവിലോട്ട് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബൈ കൊടുക്കണം കേട്ടോ. ഓക്കെ, ദെൻ ഐ ആം ബീറ്റിംഗ് ഹിം. എന്താണ്? ഐ ആം ബീറ്റിംഗ് ഹിം. ഓക്കെ, വളരെ സിമ്പിൾ ആണ് അല്ലെ. ഐ ഓക്സിലറി വെർബ്, ഐ മീൻ സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, വെർബ്, ഹിം എന്ന് പറയുന്ന ഓബ്ജക്റ്റ്. നേരെ ഇങ്ങോട്ട് എടുത്ത് എഴുതാ. ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ഇവിടെ വരുമ്പോ ഒബ്ജക്റ്റ് ഫസ്റ്റ് എഴുതണം, ദെൻ ഓക്സിലറി വെർബ്. ഇവിടെ ഹീ ആണ്, ഇവിടെ യാം എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതാന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഹീന്റെ കൂടെ എന്തായാലും ആരേ വരുള്ളൂ? ഈസേ വരുള്ളൂ. ദെൻ ഓക്സിലറി വെർബ് ഈസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ആര് വേണം? ബീയിങ് വേണം. ബീയിങ് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? V3 ഫോം വേണം. ദെൻ ബൈ വേണം, ബൈന്റെ കൂടെ നമ്മുടെ സബ്ജക്റ്റും വേണം. ക്ലിയർ? ഓക്കെ, സിമ്പിൾ ആണ് അല്ലെ, വളരെ സിമ്പിൾ ആണ്. ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനനുസരിച്ച് സെന്റൻസ് ഇങ്ങനെ എടുത്ത് എഴുതുന്നു മാത്രം ചെയ്യാനുള്ളൂ. ഓക്കെ, ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ്. എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ്? വാസ്, വേർ പ്ലസ് ING ആണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ് വോയിസ് വരുന്നത്. ഇനി അത് പാസീവ് വോയിസിലോട്ട് ആകുമ്പോൾ വാസ്, വേർ പ്ലസ് ബീയിങ് പ്ലസ് V3. എന്താണ്? ബീയിങ് പ്ലസ് V3. നോക്കാം അപ്പോ എങ്ങനെയായിരിക്കും വരിക? ഒബ്ജക്റ്റ്, ഐ മീൻ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് അല്ലെ, ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ? നോക്കാം. എ ഡോഗ് ഈസ് ചേസിങ് എ ക്യാറ്റ്. ഓക്കെ, നോക്കാം. ഇനി നേരെ ക്യാറ്റ്, ഇതാ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എഴുതി ശീലമായി അല്ലേ? പെട്ടെന്നൊന്ന് എഴുതിക്കേ. സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, വെർബ്, ദെൻ ഒബ്ജക്റ്റ് അല്ലെ? ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? പാസീവ് വോയിസിലായിട്ടാവണമെങ്കിൽ ആ ഒബ്ജക്റ്റിന് ആദ്യം എടുക്കണം. ആരാണ് ഇതിൽ ഒബ്ജക്റ്റ്? ക്യാറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എ ക്യാറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ ഫസ്റ്റ് എടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഈസ് കാണുന്നുണ്ട് അല്ലെ? എന്ത് കാണുന്നത്? ഡോഗ് ഈസ്. ഈസ് അല്ല ഇവിടെ മക്കളെ, ഇവിടെ വാസ് ആട്ടോ. അവിടെ വാസ്, ചെറിയൊരു കുഞ്ഞു മിസ്റ്റേക്ക്. ഓക്കെ, വാസ്. ഓക്കെ, ദെൻ എ ക്യാറ്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സിംഗിൾ ആണ് അല്ലെ? എ ക്യാറ്റ്, ഒരു ക്യാറ്റ്. അപ്പൊ എന്താ വരിക? വാസ് വരും. ഓക്കെ, വാസ് വരുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് വരും മക്കളെ? ഒന്ന് പറഞ്ഞേ. വാസിന്റെ കൂടെ ആര് വേണം? ബീയിങ് വേണം. ബീയിങ്. ഓക്കെ, ബീയിങ് കഴിഞ്ഞാൽ V3 ദെൻ ബൈ കൊടുക്കുന്നു, ദെൻ നമ്മുടെ സബ്ജക്റ്റ് കൊടുക്കുന്നു. ക്ലിയർ? ഓക്കെ, ദെൻ they were planting some trees. They were planting some trees. അവർ കുറച്ച് മരങ്ങൾ നട്ടു. നോക്കാം. സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, വെർബ്, ദെൻ ഒബ്ജക്റ്റ്. സം ട്രീസ് ആട്ടോ ഇവിടെ ഒബ്ജക്റ്റ്. ആ സം ട്രീസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമുക്ക് നേരെ ഇങ്ങോട്ട് എടുക്കാം. എന്താണ്? സം ട്രീസ് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് കൊടുത്തു. സം ട്രീസ് എന്ന് പറയുമ്പോൾ ഒരുപാടാണ്. അപ്പൊ വാസാണോ വേറാണോ ഒന്ന് പറഞ്ഞ്. ഒരുപാട് വരുമ്പോ പ്ലൂരൽ ഫോം വരുമ്പോ വാസാ വേറാ പറ്റിയ ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. ഒന്നുമില്ല അല്ലെ? ഒരു സംശയമല്ല. എന്താണ്? വേറാണ്. ഓക്കെ, സോ പ്ലൂരൽ ആയപ്പോ വേർ കൊടുത്തു. വാസോ വേറോ വന്നു കഴിഞ്ഞാൽ എന്താണ് മക്കളെ കൊടുക്കേണ്ടത്? ബീയിങ് കൊടുക്കണം. ഐ മീൻ വാസും വേറും വന്നു കഴിഞ്ഞിട്ടല്ല ബീയിങ് കൊടുക്കുന്നതിന്റെ കാരണം ഇവിടെ ING ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ബീയിങ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ V3 ഫോം ആയിട്ടുള്ള പ്ലാന്റഡ് കൊടുത്തു, ബൈ കൊടുത്തു, സബ്ജക്റ്റ് ദേ ആയതുകൊണ്ട് ഇവിടെ ദമ്മ് കൊടുത്തു. ക്ലിയർ? ദെൻ they were repairing the car. They were repairing the car. They എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്. ഇപ്പൊ ഇത് നിങ്ങൾ എൻ്റെ ആയിട്ടിലും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നുണ്ടാവും അല്ലെ? വെർബ്, ഒബ്ജക്റ്റ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്തിനാണ് ഈ ഓരോന്നിനും എഴുതുന്നത്? എന്തൊരു സിമ്പിൾ ആണെന്ന് അല്ലെ? നോക്കാം. ദെൻ ഇവിടെ കാണുന്ന ഈ ദ കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു. വാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, ഒബ്ജക്റ്റ് സിംഗിൾ ആയതുകൊണ്ട് ഓക്സിലറി വെർബ് എന്ത് വന്നു മക്കളെ? വാസ് വന്നു. ഓക്കെ, ഓക്സിലറി വെർബ് എന്ത് വന്നു? വാസ് വന്നു. വാസ് ഇവിടെ ING ഉണ്ടായതുകൊണ്ട് എന്ത് വന്നു മക്കളെ? ബീയിങ് വന്നു. ദെൻ V3 ഫോം വന്നു. റിപ്പയറിങ്ങിന്റെ V3 ഫോം ആയിട്ടുള്ള റിപ്പയർഡ് വന്നു. ദെൻ ബൈ കൊടുക്കുന്നു. ദം എന്ന് പറയുന്ന സബ്ജക്റ്റ്. ദം എന്ന് പറയുന്ന സബ്ജക്റ്റ് ദേയുടെ
നേരെ ഇങ്ങോട്ട് മാറിയപ്പോ എന്തായി മാറി? ഒബ്ജക്റ്റ് ആയിട്ട് മാറുമ്പോ ദം ആയിട്ട് മാറി. ക്ലിയർ? ഓക്കെ. ദെൻ പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി പെർഫെക്റ്റ് ടെൻസുകൾ അല്ലെ, ഇനി പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഹാസ് ഹാവ് ഹാഡ് പ്ലസ് V3 ആയിരുന്നു ടെൻസിലെ ഇവരുടെ സ്ട്രക്ചർ അല്ലെ. ആ ടെൻസിലെ ഇവരുടെ സ്ട്രക്ചർ ആയിട്ടുള്ള ഹാസ് ഹാവ് ഹാഡ് പ്ലസ് V3, ഇതിന്റെ ഇടയിൽ ഒരാളെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ എന്തുണ്ടാക്കും? പാസീവ് വോയിസ് ഉണ്ടാക്കും. എങ്ങനെയാണ് ആള് വരുന്നത് അല്ലെ? ഹാസ് ഹാവ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3. ക്ലിയർ? നോക്കാം. ഫസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാസോ ഹാവ് പ്ലസ് V3 അല്ലെ. ഹാസ് ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കും വരും മക്കളെ? ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ഇവിടെ ആര് വരും? ബീൻ പ്ലസ് V3. പിന്നെ എന്തുണ്ടാവും? നമ്മുടെ ബൈയും സബ്ജക്റ്റും ഉണ്ടാവും അല്ലെ. അതിനിപ്പോ പറയണ്ടല്ലോ ഓരോന്നിലും. ഓക്കെ, നോക്കാം. അനിൽ ഹാസ് ബിൽറ്റ് എ ഹൗസ്. അനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. ഇനി ഒരു വീട് അനിൽ നിർമ്മിച്ചു എന്ന് പറയണമല്ലോ അല്ലെ. എ ഹൗസ്, വീട് അനിനാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയണ്ടേ. ഇത് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന അനില്, ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, ബിൽഡ് എന്ന് പറയുന്ന വെർബ്, എ ഹൗസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ക്ലിയർ? ഓക്കെ, സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് നേരെ നമ്മൾ പഠിച്ച സ്ട്രക്ചറിലോട്ട് ആക്കണം അല്ലെ. ഒബ്ജക്റ്റിന് നമ്മൾ എന്ത് ചെയ്യും? നേരെ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കും. ഇവിടെ ആരായിരുന്നു ഒബ്ജക്റ്റ്? എ ഹൗസ് ആണ്. എ ഹൗസ് ഇങ്ങോട്ട് വരും. എ ഹൗസ് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ആണോ ഹാവ് ആണോ വരിക? സ്വാഭാവികമായിട്ടും എ ഹൗസ് ഇങ്ങോട്ട് വരുമ്പോ ഹാസ് വരും. ഹാസ് വന്നാൽ ഇവിടെ ഹാസ് ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ആക്റ്റീവ് വോയിസിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ബീൻ കൊടുക്കണം. സ്വാഭാവികമായിട്ടും ബീൻ വരും. ദെൻ V3 ഇവിടെ ഇതൊരു സുഖാട്ടോ, നമുക്ക് V3 അന്വേഷിക്കൊന്നും വേണ്ട, ഓൾറെഡി V3 തന്നെ ആയിരിക്കും പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട്. ഓക്കെ, ദെൻ ബൈ വരും, നമ്മുടെ സബ്ജക്റ്റ് വരും. ക്ലിയർ? ഓക്കെ, ദെൻ somebody has stolen my bag. somebody has stolen my bag. ഇവിടെ somebody ആണ് എന്ത്? സബ്ജക്റ്റ് അല്ലെ. ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ കാണുന്നുണ്ട്, സ്റ്റോളൻ എന്ന് പറയുന്ന വെർബ് കാണുന്നുണ്ട്, മൈ ബാഗ് എന്ന് പറയുന്ന ഒബ്ജക്റ്റും കാണുന്നുണ്ട്. ക്ലിയർ അല്ലേ? നോക്കാം. ദെൻ മൈ ബാഗ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മൾ നേരെ ഇങ്ങോട്ട് എടുത്തു. ഇതാ മൈ ബാഗ്, ഓക്സിലറി വെർബായിട്ടുള്ള ഹാസ് കൊടുത്തു. മൈ ബാഗ് എന്ന് പറയുമ്പോൾ ഒന്നാണല്ലോ, അപ്പൊ ഹാസും കൊടുത്തു. ഹാസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹാസിന്റെ കൂടെ ആര് കൊടുക്കണം? ബീൻ കൊടുക്കണം. അപ്പോ ഹാസ് ബീൻ എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ V3 ഫോം ആയിട്ടുള്ള സ്റ്റോളനും കൊടുത്തു. പക്ഷെ ബൈ എവിടെ അല്ലേ? ബൈ സബ്ജക്റ്റ് എവിടെ? ബൈ സംബടി എവിടെ? ഇല്ല. കാരണം പ്രവൃത്തി ചെയ്ത ആൾ അറിയപ്പെടാത്തതോ എടുത്തു പറയേണ്ടതായിട്ടോ ആയ അവസരത്തിൽ ബൈ സംബടി എന്ന് നമ്മൾ പ്രവൃത്തി ചെയ്ത ആളെ നമ്മൾ അവിടെ വ്യക്തമാക്കുന്നില്ല. അവിടെ എടുത്തു പറയേണ്ട ആവശ്യമില്ല ആ വ്യക്തിയെ. ഓക്കെ, ബാഗ് മോഷ്ടിക്കുന്ന ആള് പിന്നെ കള്ളനല്ലേ? എൻ്റെ ബാഗ് കള്ളൻ മോഷ്ടിച്ചു, എൻ്റെ ബുക്ക് കള്ളൻ മോഷ്ടിച്ചു, അല്ലെങ്കിൽ എൻ്റെ മാല, എന്തായാലും മോഷ്ടിക്കുന്ന വ്യക്തിയെ നമുക്ക് അവിടെ എടുത്തു പറയണ്ട. മോഷ്ടിക്കുന്ന ആളെ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? തീഫ് തന്നെയായിരിക്കും അല്ലെ, കള്ളൻ തന്നെയായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് മാത്രമല്ല, സംബടി എന്ന് വരികയാണെങ്കിൽ നമ്മൾ ഒട്ടും ബൈക്ക് ശേഷം ബൈ സംബടി എന്ന് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യാം? ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ബൈ പ്ലസ് സബ്ജക്റ്റ് നമുക്ക് വേണ്ട കേട്ടോ. അത് ഈ സംബടിയുടെ ഒക്കെ കേസിലാണ് കേട്ടോ വരുന്നത്. നോക്കാം. ദെൻ നെക്സ്റ്റ്, സുമ ഹാസ് റിട്ടൺ 2 essays. എന്താണ്? സുമ ഹാസ് റിട്ടൺ 2 essays. സുമ എന്ത് ചെയ്തിട്ടുണ്ട്? 2 essay എഴുതിയിട്ടുണ്ട്. ഇനി നോക്കാം. സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, ദെൻ നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെ. ഇത് ഇത്ര സ്പീഡിൽ എഴുതുമ്പോൾ ഇതിലാറ് സ്പീഡിൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ കഴിയും. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സബ്ജക്റ്റ് ആക്കി 2 essays വരുമ്പോൾ 2 ആയി. അപ്പൊ ഹാസ് പറ്റുമോ? പറ്റില്ല. അപ്പൊ ഈ ഹാസിന് നമ്മളങ്ങ് ഒഴിവാക്കിയിട്ട് ഹാസിന് പകരം ഹാവ് എടുക്കും. ഹാസ് വന്നാലും ഹാവ് വന്നാലും ആര് വേണം? ബീൻ വേണം. ക്ലിയർ? ദെൻ V3 വേണം അല്ലെ. പാസീവ് വോയിസ് ആണോ? V3 വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല. ദെൻ ബൈ വേണം. സുമ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരും. ക്ലിയർ? ഓക്കെ,
ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ സിമ്പിൾ ആണ് അല്ലേ. ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലോട്ട് മാറ്റാൻ ഒരു സ്ട്രക്ചർ മാത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് ഗ്രാമറിൽ ടെൻസ് പഠിച്ച വ്യക്തിയെ സംബന്ധിച്ചോളം ആകെ ആ വ്യക്തി ഇതിൽ നിന്ന് പഠിക്കുന്നത് ഒരു ബീനും ബീയിങ്ങും ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം. എന്താണ്? ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം. നോക്കാം. സബ്ജക്റ്റ് ഹാഡ്, വെർബ് ഓക്സിലറി വെർബ്, ദെൻ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഹിം നേരെ ഇവിടേക്ക് വരുമ്പോ എന്തായി മാറും മക്കളെ? ഹി ആയിട്ട് മാറും. ഹാഡ് തന്നെ ആയിരിക്കും അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റിൽ വേറെ ഹാസ് ഹാവിന്റെ ഒന്നും ഓപ്ഷൻ ഇല്ല. സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമ്മൾ എന്തിനെ കൊടുക്കാറുള്ളത്? ഹാഡ് തന്നെയാണ്. സോ ഹാഡ് വരും. ദെൻ ബീൻ, ഹാഡിന്റെ കൂടെ ആര് വരണം മക്കളെ? ബീൻ വരണം അല്ലെ. ഹാഡ് പ്ലസ് ബീൻ ആണ് അല്ലെ. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 ആണ് വരിക. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3. ഓക്കെ, ക്ലിയർ. സോ ദെൻ V3 ബൈ പ്ലസ് മീ എന്തായി? ഐ എന്തായിട്ട് മാറും? മീ ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ദേ ഹാഡ് കോട്ട് 2 birds. ദേ ഹാഡ് കോട്ട് 2 birds. ഓക്കെ, നോക്കാം. ഇനി നോക്കാം. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, വെർബ്, ദെൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന 2 birds. ഇത് നമ്മൾ ഇങ്ങോട്ട് എങ്ങനെ മാറ്റും മക്കളെ? എങ്ങോട്ട് മാറ്റുമ്പോൾ എന്താണ് നിയമം? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് വെർബ് പ്ലസ് ഇവിടെ എന്താണ്? ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹാഡ് എന്ന് വ്യക്തമായിട്ട് കൊടുക്കാം അല്ലെ. ഓക്സിലറി വെർബിന് ഇവിടെ ഹാഡ് എന്ന് വ്യക്തമായിട്ട് കൊടുക്കാം. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. വീണ്ടും ഇങ്ങനെ ഇക്വേഷൻ എഴുതുന്നത് എന്തിനാന്ന് വെച്ചാൽ വീണ്ടും ബോറടിപ്പിക്കാനല്ല, വീണ്ടും മനസ്സിൽ ഇങ്ങനെ ഓർത്ത് ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഫോം, ഇതിന്റെ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നോക്കാം. 2 birds എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ഹാഡ്, ബീൻ, V3 ബൈ ധം. ക്ലിയർ? ഓക്കെ, ദേ ആണ് ദം ആയത്. കോട്ട് തന്നെയായിരിക്കും. ഹാഡ് പ്ലസ് ബീൻ ആയിരിക്കും. ക്ലിയർ? പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെ മാറുന്നു എന്നുള്ള ക്ലിയർ ആയല്ലോ. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ, ഷാൾ പ്ലസ് ബി. ഷാൾ പ്ലസ് വില്ല ആയിരിക്കും എന്ത്? സിമ്പിൾ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? ഷാൾ പ്ലസ് വില്ല ആയിരിക്കും. അതിന്റെ കൂടെ ഒരാളും കൂടെ വരണം, ബി എന്ന് പറയുന്ന ചെറിയൊരാൾ അല്ലെ. ബി വളരെ സിമ്പിൾ ആണ് അല്ലെ. ബി എന്ന് ചേർത്ത് കൊടുത്താൽ മതി. നോക്കാം. യുവർ മദർ വിൽ പണിഷ് യു. യുവർ മദർ വിൽ പണിഷ് യു അല്ലെ. ഫ്യൂച്ചർ ടെൻസിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ V1 ആയിരിക്കും വരിക അല്ലെ. V1 ആയിരിക്കും. അത് V3 ആക്കണം കേട്ടോ. നോക്കാം. ഇതിന്റെ നിയമം എങ്ങനെയാണ് മക്കളെ ഒന്ന് പറഞ്ഞ്? ഇത് പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോൾ വരുന്ന മാറ്റം എങ്ങനെയാണ്? ഒബ്ജക്റ്റ് പ്ലസ് വിൽ ബി അല്ലെ. വിൽ ബി അല്ലെങ്കിൽ ഷാൾ ബി ട്ടോ. ദെൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ? നോക്കാം. യുവർ മദർ വിൽ പണിഷ് യു. യുവർ മദർ ഇതിലെ സബ്ജക്റ്റ് അല്ലെ. യുവർ മദർ ആണ് സബ്ജക്റ്റ്, വില്ലാണ് ഓക്സിലറി വെർബ്, പണിഷ് V3 ദെൻ യു. ഓക്കെ, നോക്കാം. യു എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോ ഒബ്ജക്റ്റ് നമ്മൾ ഇങ്ങോട്ട് മാറ്റുകയാണ്, നേരെ സബ്ജക്റ്റ് ആവും. യു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും വേറെ വർത്താനൊന്നുമില്ല. യു തന്നെ ആയിരിക്കും. ഓക്കെ, യു വന്നു. ദെൻ വില്ല് എടുത്തു. വില്ല് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് എടുത്തു. പക്ഷെ വില്ലിന് ഓക്സിലറി വെർബിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ വിൽ ബി. ഓക്കെ, ദെൻ V3 പണിഷ്ഡ്. V3 പണിഷിന്റെ V3 ഫോം പണിഷ്ഡ്. ദെൻ ബൈ യുവർ മദർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, അതാണ് അവിടെ പോയത്. ഓക്കെ, ക്ലിയർ? ദെൻ വി ഷാൾ സി എ ഫിലിം. വി ഷാൾ സി എ ഫിലിം. നോക്കാം. എ ഫിലിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇതാ ഇവിടെ വന്നു. ഒബ്ജക്റ്റ് എ ഫിലിം വിൽ ബി. ഓക്കെ, ഷാൾ ബി എന്ന് എഴുതുന്ന വിൽ ബി എന്ന് എഴുതിയിട്ടുള്ളൂ. ഇവിടെ ഷാൾ ബി എന്നും പറ്റൂ കേട്ടോ. ഏത് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ദെൻ ഷാൾ ബി. ദെൻ സിയുടെ V3 ആണ് സീൻ. ഓക്കെ, ദെൻ ബൈ. വി എന്ന് പറയുന്നത്
ഒബ്ജക്റ്റ് ആയിട്ട് മാറുമ്പോൾ എന്തായിട്ട് മാറും മക്കളെ? അസ്സായിട്ട് മാറും. എന്തായിട്ട് മാറും? അസ്സായിട്ട് മാറും. ക്ലിയർ? സ്ട്രക്ചർ മനസ്സിൽ വെക്കുക, അല്ലെങ്കിൽ സൈഡിൽ വെക്കുക. സ്ട്രക്ചറിനനുസരിച്ച് നേരെ സെന്റൻസ് എഴുതി നോക്കുക. ഞാൻ ഈ റെഡ് കളറിൽ എഴുതിയ ആക്റ്റീവ് വോയിസിന്റെ സെന്റൻസ് എഴുതിയതിനു ശേഷം നേരെ നിങ്ങൾ ആൻസർ നോക്കി എഴുതിയരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ആ സ്ട്രക്ചർ അനുസരിച്ച് നിങ്ങളൊന്ന് എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് മാത്രം ഇതിൽ നോക്കിയിട്ട് ആൻസർ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. എന്താണ്? ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ആയിട്ടുള്ള ടെൻസിന്റെ ഫോം എങ്ങനെയാണ്? വിൽ, ഷാൾ പ്ലസ് ബി ആയിരിക്കും ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോം. അതിന്റെ കൂടെ എന്ത് വേണം മക്കളെ? ബീയിങ് വേണം. ബീയിങ് പ്ലസ് V3. എന്താണ്? ബീയിങ് പ്ലസ് V3. നോക്കാം. ജോൺ വിൽ ബി ഈറ്റിംഗ് എ മാംഗോ. എന്താണ്? ജോൺ വിൽ ബി ഈറ്റിംഗ് എ മാംഗോ. ഇവിടെ ING ഉണ്ടാവുന്നോണ്ടാട്ടോ ഈ ബീയിങ് വരുന്നത്. നോക്കാം. സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, ഓക്കെ, ദെൻ ബി വരും, ദെൻ ഈറ്റിംഗ് എന്ന് പറയുന്ന വെർബ്, ദെൻ മാംഗോ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ക്ലിയർ? ഇനി ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ട് എടുക്കുക. ഒബ്ജക്റ്റ് ഫസ്റ്റ് എടുക്കുക. എ മാംഗോ ഒന്ന്, ദെൻ എടുത്തു. എ മാംഗോ ഇങ്ങോട്ട് എടുക്കും, ഒബ്ജക്റ്റിനെ ഇവിടെ എടുത്തു. ദെൻ വിൽ ബി വന്നു, ഓക്സിലറി വെർബിനെ എടുത്തു. വിൽ ബി എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ എടുത്തു. ദെൻ ഇവിടെ ING ഉണ്ടായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആര് വരും? ബീയിങ് വരും. ഓക്കെ, ദെൻ ഈറ്റിന്റെ V3 ഫോം ആയിട്ടുള്ള ഈറ്റൻ എടുത്തു. ദെൻ ബൈ എടുക്കും. ദെൻ നമ്മുടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവുമ്പോൾ ബൈ ജോൺ. ക്ലിയർ? ഓക്കെ, ദെൻ ഹി വിൽ ബി റൈറ്റിംഗ് എ നോവൽ. ഹി വിൽ ബി റൈറ്റിംഗ് എ നോവൽ. ഇതൊന്ന് നിങ്ങൾ ഇതിലോട്ടൊന്നും നോക്കാതെ ഒന്ന് എഴുതി നോക്കിയ മക്കളെ. ഇത്രയും ഒരുപാട് പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ കേൾക്കുന്നുണ്ടല്ലോ. ഒരു മാറ്റവും അല്ല. ഒരു ഓക്സിലറി വെർബിന് വരുന്ന മാറ്റങ്ങൾ ഒഴിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. സോ എന്ത് എഴുതണം മക്കളെ? എ നോവൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ആദ്യം ഇങ്ങോട്ട് എടുത്തു കൊടുക്കണം. എ നോവൽ. ഓക്കെ, ഇതിൽ നിന്നും എ നോവൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് എടുത്ത് എഴുതി വെക്കും. ദെൻ വിൽ ബി എഴുതും. എ നോവൽ എഴുതി. ദെൻ വിൽ ബി എന്ന് പറയുന്ന ഓക്സിലറി വെർബ് എഴുതി. വിൽ ബിയുടെ കൂടെ എന്ത് വേണം? ബീയിങ് വേണം അല്ലെ? ബീയിങ് വേണം. റൈറ്റിംഗ് അല്ലെ? ബീയിങ് വേണം. ദെൻ റൈറ്റിന്റെ V3 ഫോം ആയിട്ടുള്ള റിട്ടൺ എടുത്തു. ബൈ കൊടുത്തു. ഹി എന്തായി മാറി മക്കളെ? ഹി എന്തായിട്ട് മാറും? ഈ ഹിമ്മും ഷീ ഹെറും ദേ ദമ്മും വി അസൊക്കെ ആയിട്ട് എക്സാമ്പിളിലൂടെ ഇങ്ങനെ മാറി മാറി പോകുന്നതുകൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് ക്യാച്ച് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹി എന്തായിട്ട് മാറി മക്കളെ? ഹിമ്മായിട്ട് മാറും. ഓക്കെ, ക്ലിയർ? ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ്. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്? നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമ്പോൾ വിൽ, ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ. ഇത് ഓൾറെഡി നമുക്ക് ഹാവിന്റെ കൂടെ ഹാസ് ഓർ ഹാവിന്റെ കൂടെ ബീൻ വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതോ ആ സ്ട്രക്ചറും ഈ സ്ട്രക്ചറൊക്കെ പാടെ മിക്സ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഹാവിന്റെ കൂടെ എന്താണ്? ബീനാണ് പ്ലസ് V3 ആണ്. വളരെ ക്ലിയർ ആണ്. ഓക്കെ, നോക്കാം. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ്. ദേ will have future perfect tense. ഓക്കെ, ഫിനിഷ്ഡ് ഓക്സിലറി വെർബായിട്ട് വരുന്നതാണ് വിൽ ഹാവ്. ഫിനിഷ്ഡ്. ഓക്കെ, V3 ഫോം തന്നെയാണ്. ദ വർക്ക്. ഓക്കെ, വെർബ്. ദ വർക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. നോക്കാം. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് എഴുതാം. പാസീവ് വോയിസിലോട്ട് എഴുതാം. പാസീവ് വോയിസിൽ എഴുതുമ്പോൾ ആദ്യം ആരാണ് വരിക? ഒന്ന് പറഞ്ഞു മക്കളെ. ആരാണ് വരുന്നത്? ഒബ്ജക്റ്റ് അല്ലെ? ദ വർക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. ദ വർക്ക് ഒബ്ജക്റ്റ്. ദെൻ നേരെ ഓക്സിലറി വെർബ് വിൽ ഹാവ്. കൂടെ ആര് വരണം? കൂടെ പ്രസന്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. വിൽ ഹാവ് ഉണ്ടോ? ഹാവിന്റെ കൂടെ മസ്റ്റ് ആണ് ആര്? ബി. ദെൻ ഫിനിഷ്ഡ് V3 ഫോം അല്ലെ? ദെൻ ബൈ കൊടുക്കുന്നു. ദേ ദം ആയിട്ട് മാറുന്നു. ദേ ദം ആയിട്ട് മാറി. ക്ലിയർ? ഓക്കെ, ദെൻ ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. അവൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്. വിൽ ഹാവ് കംപ്ലീറ്റഡ് വെർബ്. ദ വർക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഇതാ ദ വർക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് എടുത്തു. പാസീവ് വോയിസിലോട്ട് ആകുമ്പോൾ നേരെ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് എടുത്തു. വിൽ ഹാവ് കൊടുത്തു. ഹാവിന്റെ കൂടെ ബീനും കൂടെ കൊടുക്കും. വിൽ ഹാവ് വരുമ്പോൾ ബീനും വരും. ദെൻ V3 ഫോം കംപ്ലീറ്റഡ് എന്ന് പറയുന്ന V3 ഫോം. കംപ്ലീറ്റഡ് എന്ന് പറയുന്ന V3 ഫോം. ദെൻ ബൈ വരുന്നു. ഹി എന്തായിട്ട് മാറി മക്കളെ? ഹി ഹിം ആയിട്ട് മാറി. ക്ലിയർ? സോ
ടെൻസിലുള്ള ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിന്റെയും ഡിഫറൻസ് കണ്ടു. വളരെ സിമ്പിളാണ്. ടെൻസിന്റെ സ്ട്രക്ചർ അറിയുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ കൂടെ ബീയിങ്ങും ബീനും കൂട്ടിച്ചേർക്കണം എന്നുള്ളൊരു മാത്രവും, അതുപോലെ തന്നെ V1 V3 ആയി എന്നുള്ളൊരു മാറ്റവും, അതുപോലെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയി എന്നുള്ളൊരു മാറ്റവും മാത്രം അല്ലെ. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവുക, V1 V3 ആവുക. I is am are പ്ലസ് ബീയിങ് വരും, ഹാസ് ഹാവ് ഹാഡ് പ്ലസ് ബീൻ വരും. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ അല്ലെ. സോ വളരെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഓരോ എക്സാമ്പിളും, പുതുതായിട്ട് എക്സാമ്പിൾ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതിയിട്ടില്ലെങ്കിലും ഇത് ഓൾറെഡി ഉള്ള എക്സാമ്പിൾ തന്നെ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. സോ മറ്റൊരു ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസിന്റെ ക്ലാസ്സുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.